മക്കളെ, അപ്പോൾ എല്ലാവരും കട്ട് ഓഫും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുന്നത് വരെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷത്തെ നീറ്റ് എൻട്രൻസ് എക്സാമാണ്. 2024 700 മുകളിൽ കുറേ പേര് വന്നേക്കുന്നത്, 720 മാർക്കുകൾ കുറേ കുട്ടികൾ വാങ്ങിച്ചേക്കുന്ന ആ ഒരു എക്സാമിനെ കുറിച്ചായിരുന്നു നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ. അതുകൊണ്ട് തന്നെ എക്സാമിനേഷൻ ഹാളിൽ കയറി നമ്മൾ എക്സാം തുടങ്ങിക്കഴിഞ്ഞ് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ മനസ്സ് പലർക്കും അങ്ങോട്ട് പാടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളും അവർ മനസ്സിലാക്കുന്നില്ല, എൻ്റെ മുന്നിലിരിക്കുന്ന പേപ്പർ ടഫാണ്, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാവർക്കും ടഫായിട്ട് തന്നെ വരും, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കട്ട് ഓഫ് കുറയും എന്നുള്ളത് അത് ചിന്തിക്കാതെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യനിലൂടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ പോലും അറിയാതെ നമ്മളൊന്ന് പകച്ചു പോയൊരവസ്ഥ ഉണ്ടായി. ചില കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ആ ഇറക്കത്തിൽ അവർ ഓക്കെ ആയിരുന്നു. പക്ഷേ വീട്ടിൽ വന്ന് കീ നോക്കുമ്പോഴാണ് മനസ്സിലാക്കിയത് പല ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസും ചിലപ്പോൾ അവർ പോലും അറിയാതെ അവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അത് അങ്ങനെ ആയിരുന്നില്ല, അത് വേറെ രീതിയിലായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. എന്തിനു പറയണം, ഇന്നലെ ഒരു നേരം പോലും ഉറക്കം കിട്ടാത്ത കുട്ടികളുണ്ട്. അതിൽ തന്നെ ഈ ഒരു വർഷം 2 വർഷം ലൈഫിലെല്ലാം മാറ്റിവെച്ച് ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമായിട്ട് കഷ്ടപ്പെട്ടിട്ട് അവസാന എക്സാമിനേഷൻ ഹാളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ മാർക്ക് 600 താഴെ പോവും, എനിക്കിനി കിട്ടുമോ എന്ന് ചിന്തിച്ച ആളുകളുണ്ട്. എല്ലാവരോടും എനിക്ക് പറയാൻ ഒരൊറ്റ മറുപടിയുള്ളത്, മക്കളെ, നിങ്ങളെടുത്തേക്കുന്ന എഫേർട്ട് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇതൊന്നും അറിയാത്ത ആൾക്കാരൊന്നുമല്ല നിങ്ങളുടെ പാരൻസ് ഒന്നും തന്നെ, എല്ലാവർക്കും ഇതറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ സമയം നിങ്ങൾ കരഞ്ഞിരിക്കേണ്ടതോ നിങ്ങൾ ടെൻഷൻ ആവേണ്ടതോ ഒരു സമയമല്ല. ഇവിടെ പലപ്പോഴും നമുക്ക് മനസ്സിന് ആ ഒരു എക്സാം കഴിഞ്ഞിട്ട് പോലും നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നില്ല. നമ്മൾ ഹാപ്പി അല്ല ഇപ്പോഴും, എന്തോ എവിടെയോ ഒരു സുഖമില്ലാത്തതുപോലെ, ഞാൻ ചെയ്തത് എവിടേക്കോ ഒരു പെർഫെക്റ്റ് അല്ലാത്തതുപോലെ, എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തോ എനിക്കത് ഒന്നും എവിടെ ആവാത്തതുപോലെ, എന്തിനൊരു 550, 560, 570 മാർക്ക് കിട്ടിയിട്ട് പോലും നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടാണ് അറിയും, നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞ വർഷത്തെ 720. ഇതുകൊണ്ട് തന്നെയാണ് ഇത് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പോയത്, ഇത് ചിന്തിച്ചാണ് നമ്മൾ ഇറങ്ങിയതും. ഇറങ്ങുമ്പോഴും നമ്മൾ അറിഞ്ഞില്ല കട്ട് ഓഫ് നന്നായിട്ട് താഴത്തേക്ക് പോകുമെന്ന്. അതുകൊണ്ട് തന്നെ ഇത്രയും നന്നായിട്ട് പഠിച്ചിട്ടും നിങ്ങൾ ഓരോ ആളും പല സെൻറ്ററുകളിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും. അവിടെയൊക്കെ ചിലപ്പോൾ ടോപ്പ് റിസൾട്ട് ഉണ്ടാക്കിയ കുട്ടികളായിരിക്കും, അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് കുട്ടികളായിരിക്കും. അങ്ങനെയൊക്കെ ആയിട്ടും അവിടെ ചിലപ്പോൾ 720 വാങ്ങിച്ചവരായിരിക്കും, 700 മുകളിൽ വാങ്ങിച്ചവരായിരിക്കും, 680, 650 മുകളിൽ വാങ്ങിച്ചവരായിരിക്കും. പക്ഷേ നീറ്റ് എക്സാം കഴിഞ്ഞപ്പോൾ അത് കിട്ടാതെ പോയപ്പോൾ നമ്മൾ അങ്ങോട്ട് ടെൻഷൻ അടിക്കാൻ തുടങ്ങി. കുഞ്ഞുങ്ങളെ ഒന്നുമില്ല, നമ്മൾ അത്ര എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടാത്തത്. നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക, എക്സാമിൻ്റെ ഒരു പൂർണ്ണമായ ഒരു ഐഡിയ നമുക്ക് 2-3 ദിവസം കൊണ്ട് കിട്ടും. കാരണം എല്ലാവരുടെയും മാർക്കൊക്കെ അറിയുമ്പോൾ, ഏകദേശം എത്രയൊക്കെ സ്കോർ ഓരോ കുട്ടിയും വന്നു എന്ന് അറിയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ഇത്രയും എഫേർട്ട് എടുത്തിട്ട് നിങ്ങളുടെ എഫേർട്ടൊക്കെ ചുമ്മാ ആയിപ്പോകും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ മക്കളെ, എന്തൊക്കെ കാര്യങ്ങൾ ലൈഫിൽ മാറ്റി വെച്ചിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും ഒന്നും പോകാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയാം മക്കളെ, നമ്മുടെ ഇവിടേക്കുള്ള കുട്ടികൾ പറഞ്ഞേക്കുന്നു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരുടെയൊക്കെ മാർക്കിൻ്റെയൊക്കെ ബേസിസിൽ ഞാനൊരു കാര്യങ്ങളോട് പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്കൊരു 520, 530 ആ ഒരു റേഞ്ചിലായിരിക്കും, അതിന് മുകളിലേക്കൊന്നും പോകില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക. എന്തായാലും ഒരു 520, 530 മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുമെന്നുള്ളത് തന്നെയാണ് സത്യം. എല്ലാവരും ആ ഒരു മാർക്കൊക്കെ തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത്. എക്സാമിന് നിങ്ങൾ ഒന്ന് എടുത്ത് നോക്കി നോക്ക്. സത്യം പറഞ്ഞാൽ ഇന്നലേക്ക് ഞാൻ പറയുമ്പോഴും ഞാൻ പറഞ്ഞിട്ട് ബയോ ഒക്കെ ഭയങ്കര എളുപ്പമാണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ബയോ അത്ര കണ്ട് എളുപ്പമല്ല. ഓരോന്നും അതിനുള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. ഒരു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തന്നെ ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് അതിലുണ്ടായിരുന്നു. ദെൻ ഫിസിക്സിലേക്ക് പോകുമ്പോൾ ഞാൻ ഫിസിക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിരുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ ഈസി എന്നല്ല, അത്രയ്ക്ക് ടഫായിരുന്നു ഫിസിക്സിൻ്റെ പേപ്പർ. സത്യം പറഞ്ഞാൽ ഒരു 10-15 ക്വസ്റ്റ്യൻസ് നോർമലി ഒരു കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. 10 ക്വസ്റ്റ്യൻസ് അത്രയും ഡിഫിക്കൽട്ടായിരുന്നു. ഇനി ഓക്കെ, നിങ്ങളൊരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻ്റ് ആണ്, നിങ്ങളത് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിട്ടുണ്ടെന്നാണെങ്കിൽ അത് ലെങ്തി ആയിരുന്നു. അത്രയും ലെങ്തി ക്വസ്റ്റ്യൻസ് വായിച്ച് നിങ്ങളത് സോൾവ് ചെയ്ത് നിങ്ങൾ വരുമ്പോഴേക്ക് സത്യം പറഞ്ഞാൽ 1.5 മണിക്കൂറിന് മുകളിൽ അങ്ങ് പോകും. ആ കുട്ടിക്ക് പിന്നെ എങ്ങനെയാ കെമിസ്ട്രിയും ബയോളജിയും നന്നായിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്ന? ബയോളജി ലെങ്തി ക്വസ്റ്റ്യൻസാ. ഓർഗാനിക്കിൽ തന്നെ കെമിസ്ട്രിയിൽ വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഫിസിക്സിനെ സംബന്ധിച്ച് 100 മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ആ 80-90 റേഞ്ചിലൊക്കെ തന്നെയായിരിക്കും നന്നായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് പോലും മാർക്ക് കിട്ടുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫിസിക്സിൽ നമ്മൾ 80-90 ആ റേഞ്ചിൽ കണ്ടാൽ മതി.
ദെൻ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ കെമിസ്ട്രി അത്യാവശ്യം പേപ്പർ കുറച്ചും കൂടെ ഓക്കെ ആയിരുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം കെമിസ്ട്രിയാണ്. പക്ഷെ അതിലും കൺഫ്യൂസിങ് ആയിട്ടുള്ള 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെന്തായാലും മാറ്റി നിർത്തിയേ പറ്റുമോ. ഒരു 120-130 മാർക്കൊക്കെയാണ് കെമിസ്ട്രിയിൽ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്നത്. ഇനി ബയോളജി സൈഡിലേക്ക് വരുന്നതോ, ബയോളജിയിൽ ഒരു 6-7 ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ബയോളജി തുടങ്ങിയ കുട്ടികൾ സാധാരണ ഒരു ടൈം റേഷ്യോ വെച്ചുകൊണ്ടാണ് പോവുക. നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മളിവിടുന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നിങ്ങൾ 45 മിനിറ്റ് കൊണ്ട് നിങ്ങൾ തീർക്കണം ബയോ. എന്നിട്ട് നമുക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും സമയം കണ്ടെത്തണം. ഫിസിക്സിന് അവസാനത്തെ സമയം മാക്സിമം ഉപയോഗപ്പെടുത്തണം. ഈ 45 പോയിട്ട് 1 മണിക്കൂറോ 1.25 മണിക്കൂറിലോ തീരുന്നതായിരുന്നില്ല ബയോളജി. അതിൽ തന്നെ എവിടുന്നൊക്കെയോ ക്വസ്റ്റ്യൻസ് വന്നു. നിങ്ങൾ നോക്കിക്കേ, NCERT-യിൽ തുടക്കത്തിലൊക്കെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സയൻറ്റിസ്റ്റിൻ്റെ പേരുകൾ വരുന്നു, എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇതൊന്നും ആയിരുന്നില്ല നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തത്. കഴിഞ്ഞ വർഷത്തെ നീറ്റ് എൻട്രൻസ് എക്സാം ഭയങ്കര ഈസി ആയിരുന്നു. ഈ കഴിഞ്ഞ 10-15 വർഷങ്ങളിൽ ഇത്രയും ടഫായിട്ടുള്ളൊരു പേപ്പർ ഉണ്ടായിരുന്നില്ലാണ് ഏറ്റവും വലിയ സത്യം. അത്രയ്ക്ക് ബുദ്ധിമുട്ടിക്കുന്ന പേപ്പർ തന്നെയായിരുന്നു നിങ്ങൾ എഴുതിയേക്കുന്ന ഈ ഇന്നലെ കഴിഞ്ഞേക്കുന്ന എക്സാമിൻ്റെ പേപ്പർ. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് കൂട്ടി നോക്കിയാൽ മതി. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു 90 മാർക്കൊക്കെ ഫിസിക്സിൽ കൂട്ടിക്കഴിഞ്ഞാൽ കെമിസ്ട്രിയിൽ ഒരു 130 കൂട്ടിയിട്ട് ദെൻ അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ ഒരു 130 കൂട്ടുമ്പോൾ എത്രയായാലും കൂടെ ഒരു 220 മാർക്സായി. ദെൻ നേരെ ബയോയിൽ ഒരു 300 കൂടിയാണെങ്കിൽ ഒരു ടോട്ടലി വന്നിട്ട് ഒരു 520 മാർക്ക്. ഈ 520 മാർക്ക് എന്ന് പറയുന്നത് നമുക്കൊരു സേഫായിട്ട് ചിന്തിക്കാം. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു ±5 പറയാം. ഒരു 525, 530, എന്തായാലും 520 to 530 ആയിരിക്കും കട്ട് ഓഫ് എന്ന് തന്നെയാണ് നമുക്ക് ഏകദേശം കുട്ടികളിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം. ഇത് നമ്മുടെ ഒരു പ്രഡിക്ഷൻ മാത്രമാണ്, നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ്. എനിക്ക് മക്കളോട് പറയാനുള്ളത്, ഇത് കേട്ടിട്ട് ഇത് JPCൻ്റെ കാര്യമല്ല. JPCയിലെ കുട്ടികൾ 600-ന് മുകളിലും സ്കോർ ചെയ്ത കുട്ടികളുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് ഓൾമോസ്റ്റ് പല കുട്ടികളും പറയുന്നൊരു കാര്യം കേൾക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുറേ കഷ്ടപ്പെട്ടിട്ടല്ലേ നിങ്ങൾ ഓരോരാൾ ഇവിടെ വരെ എത്തിക്കുന്നത്. എന്തിനാണ് കരയുന്നത്? നിങ്ങൾ കരയേണ്ട കുട്ടികളാണ്. നിങ്ങൾ ഇത്രയും കാലം എടുത്തേക്കുന്ന എഫേർട്ടിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങളെ പലരും തള്ളി പറഞ്ഞപ്പോൾ നിങ്ങളെ ചേർത്ത് പിടിച്ച് നിങ്ങളുടെ പാരൻസ് ഉണ്ടാവും. ആ പാരൻസിനും കൂടെ എനിക്ക് പറയാനുള്ളത്, കുട്ടികൾ വിഷമിച്ചിരിക്കേണ്ട സമയമല്ല. നമ്മുടെ കുട്ടി 500 മാർക്ക് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അവൻ മിടുക്കൻ തന്നെയാണ്. അവൻ അത്ര എഫേർട്ട് എടുത്തുകൊണ്ടാണ് അവന് 500 കിട്ടിയേക്കുന്നത്. അല്ലാതെ നമ്മുടെ കുട്ടികൾ ആരും മോശക്കാരല്ല. ഇവിടെ കുറച്ച് ശതമാനം ആളുകൾ മാത്രം സെലക്ട് ചെയ്യപ്പെടുന്ന എക്സാം തന്നെ ഇത്. ബാക്കിയുള്ള പലരും സെലക്ട് ആവാതെ എലിമിനേറ്റ് ആവുന്ന എക്സാം തന്നെ നീറ്റ് എൻട്രൻസ് എക്സാം. ഇവിടെ നമ്മുടെ കുട്ടി മത്സരിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ, അവൻ അത്രയും കണ്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നാണെങ്കിൽ, അവൻ ഇന്നലത്തെ ദിവസം ഒരു എക്സാമിനേഷൻ ഹോളിൽ നിന്ന് കരയാതെ ആ എക്സാമിന് പിടിച്ചു നിന്നിട്ടുണ്ടെന്നാണെങ്കിൽ, അവിടെ ആ കുട്ടി അത്രയ്ക്കും വലിയ കുട്ടി തന്നെയാണ്. അത്ര കണ്ട് എല്ലാം മാറ്റിവെച്ച് കഷ്ടപ്പെട്ട കുട്ടി ഓരോ നീറ്റ് റിപ്പീറ്ററും അവരുടെ പ്രശ്നങ്ങളും അവരുടെ കഷ്ടപ്പാടുകളും ആരും മറന്നു പോരുത്. പലരും കുറ്റപ്പെടുത്തിയിട്ടും പലരും വേണ്ടാന്ന് പറഞ്ഞിട്ടും പലരും എതിർത്തിട്ട് പോലും ആ കുട്ടി അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന്, അല്ലെങ്കിൽ നിങ്ങൾ പാരൻസ് കൂടെ നിന്നുകൊണ്ട് ഇറങ്ങി തിരിച്ചേക്കുന്ന ഈ ഒരു എൻട്രൻസ് എക്സാമിന് തോറ്റു പോയിട്ടില്ല. നമ്മളാരും കരയേണ്ട കുട്ടികളല്ല. നിങ്ങൾ എടുത്തേക്കുന്ന എഫേർട്ട് നിങ്ങൾ മറന്നു പോരുത്. നിങ്ങളുടെ രാത്രികൾ നിങ്ങൾ മറന്നു പോരുത്. ഉറക്കൊഴിച്ചുള്ള കഷ്ടപ്പാടുകൾ നമ്മളാരും മറന്നിട്ടില്ല. നിങ്ങളെല്ലാ രീതിയിലും നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. നിങ്ങൾ അത്രത്തോളം കഷ്ടപ്പെടാം. മൊബൈൽ ഫോണും മാറ്റി വെച്ച്, നിങ്ങളുടെ ഫ്രണ്ട്സും മാറ്റി വെച്ച്, നിങ്ങളുടെ സോഷ്യൽ മീഡിയയും നിങ്ങളുടെ എല്ലാ സർക്കിളും മാറ്റി വെച്ച്, ഒരു കാര്യം പോലും നിങ്ങളുടെ ലൈഫിലില്ലാതെ കഷ്ടപ്പെട്ട കുട്ടികളാണ് നിങ്ങൾ ഒരിക്കലും കരയേണ്ടവരല്ല. ഇവരെ ചേർത്ത് പിടിക്കണം പാരൻസ്. നമ്മുടെ കുട്ടി വിഷമിച്ചുകൂടാ, നമ്മുടെ കുട്ടി കരഞ്ഞുകൂടാ, നമ്മുടെ കുട്ടി ഭക്ഷണം കഴിക്കാതെ കിടന്നുകൂടാ. ഇപ്പോഴും റൂമിനുള്ളിൽ അടച്ചിട്ടിരിക്കുന്ന മക്കളുണ്ട്. ആ കുട്ടികളുടെ സംസാരവും അവരുടെ വിഷമം കലർന്നിരിക്കുന്ന ഫോൺ കോളുകളും കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ പാരൻസിനോട് പറയുന്നത്, നമ്മുടെ കുട്ടികൾ കരയേണ്ട കുട്ടികളല്ല. അവരെ ആശ്വസിപ്പിക്കണം, അവരെ ചേർത്ത് നിർത്തണം. ഇപ്പോഴും ഒരു കുട്ടി ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ്, വീട്ടിൽ വന്നപ്പം വീട്ടിൽ നിന്ന് വല്ലാതെ വഴക്ക് പറഞ്ഞു. എനിക്കില്ലാത്ത കാശൊക്കെ തന്നിട്ട് എന്നെ പഠിക്കാൻ വിട്ടല്ലേ, എന്നിട്ട് ഇത്രയും മാർക്കാണോ വന്നേക്കുന്നത്, ഈയൊക്കെ എന്തായിരുന്നു ഈ ഒരു കൊല്ലം പഠിച്ചതെന്ന്. എനിക്ക് മക്കളോട് പറയാനുള്ളത്, മക്കളോടല്ല എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്, കുട്ടി അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവരെടുത്ത എഫേർട്ടോളം നമുക്കൊന്നും അങ്ങനെ കഷ്ടപ്പെടാൻ പറ്റൂല. അത്രയും എഫേർട്ട് എടുത്ത കുട്ടീനെ ചേർത്ത് നിർത്തല്ലാതെ കുറ്റപ്പെടുത്തരുത് ഒരിക്കലും പാരൻസ്. നമ്മുടെ മക്കളെടുത്ത എഫേർട്ട് തന്നെയാണ്. പലരും പേടിച്ചു പോയിട്ടുണ്ട് എക്സാമിനേഷൻ ഹോളിൽ നിന്ന്, പേടിച്ചു പോയിട്ട് മാർക്ക് കുറഞ്ഞു പോയ കുറേ കുട്ടികളുണ്ട്. അവരൊരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തരുത്, അവരെ കൂടെ നിർത്തണം. നമ്മുടെ കുട്ടികളില്ലേ, എനിക്കറിയാം എൻ്റെ കൂടിയിരിക്കുന്ന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ JPCയിലെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. കുറേ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് എക്സാമിന് അവർ പോകുന്നത്. എല്ലായിടത്തിലും പഠിച്ച ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുട്ടിയാണെങ്കിലും അതേ പ്രതീക്ഷയോടുകൂടി അതേ സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് ആ കുട്ടി എക്സാമിനേഷൻ ഹോളിലേക്ക് കയറിയിരിക്കുന്നത്. ആ എക്സാമിനേഷൻ ഹോളിൽ നിന്ന് കയറിയിട്ട് എല്ലാ എക്സാമും ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആവുന്നുള്ള എക്സ്പെക്ടേഷനിൽ തന്നെയാണ് എല്ലാവരും കയറുന്നത്. പക്ഷേ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ, അത്ര ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ പേടിച്ച് പോയ മക്കളാണ് കൂടുതലും. അവരെ നമുക്ക്
നമ്മളോടൊപ്പം തന്നെ നിർത്തിയിട്ട് അവരുടെ വിഷമങ്ങൾ ചോദിച്ചറിയണം. അവർക്ക് എന്താ പറ്റിപ്പോയെന്ന് അറിയണം. അവർക്ക് പറ്റിയതിനേക്കാൾ ഉപരി അവരാദ്യം പേടിച്ചു പോയോ എക്സാമിനേഷൻ ഹോളിൽ നിന്ന് ചോദിക്കണം നമ്മൾ ഓരോരാളും. കാരണം അത്രയും വിഷമം അവർ സഹിച്ചിട്ടുണ്ട്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എക്സാമിനേഷൻ ഹോളിൽ കയറി ഇറങ്ങുമ്പോൾ സന്തോഷത്തോടുകൂടെ നിങ്ങൾ പാരൻസിനിടയിലേക്ക് വരുന്ന ആ കുട്ടികളുടെ മുഖം അവർ ഓരോരാളും കണ്ടിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ എക്സാമിനേഷൻ ഹോളിലേക്ക് പോകുന്ന സമയം മുതൽ ആ എക്സാം തുടങ്ങുന്ന സമയം വരെ നിങ്ങൾ പാരൻസിൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന സ്വപ്നം കണ്ടത് അവർ. ഇന്നലത്തെ ദിവസം എക്സാമിനേഷൻ ഹോളിൽ നിന്ന് ഇറങ്ങി വന്ന് നിങ്ങളെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങളോട് കുറേ വിശേഷങ്ങൾ പറയാൻ അവർക്കുണ്ടായിരുന്നു. ഈ എൻട്രൻസിൻ്റെ സമയത്ത്, എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ സമയത്ത് അവരനുഭവിച്ച കഷ്ടപ്പാടുകളും അവരുടെ വിഷമങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് തുറന്നു പറയാനുണ്ടായിരുന്നു. നല്ലൊരു സിനിമ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസമെങ്കിലും നല്ലൊരു മൂവിക്ക് പോകണം, എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകണം. ലൈഫിൽ ഇത്രയും ദിവസം ഈ കൂട്ടിനിട്ട പോലെ ഉള്ളിൽ ജീവിച്ച ഞങ്ങൾക്ക് ഇനിയെങ്കിലും ഒരു സന്തോഷം വേണമെന്ന് ആഗ്രഹിച്ച കുട്ടികളുണ്ടായിരുന്നു. നമ്മുടെ കുട്ടി വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ മക്കൾ വീണ്ടും എഴുതിയ എക്സാമിൽ അത്ര പോലും ഞാൻ ഓക്കെ അല്ല, ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് അല്ല, ഞാൻ ഇത്ര അല്ലായിരുന്നു എക്സ്പെക്ട് ചെയ്തത്. 550, 560, 580 കിട്ടിയിട്ട് പോലും ഹാപ്പി ആവുന്നില്ല, മനസ്സ് ഓക്കെ അല്ല എന്ന് പറയുന്നവരുണ്ട്. മക്കളെ, എനിക്ക് പറയാനുള്ള കട്ട് ഓഫ് നന്നായിട്ട് കുറയും. ആ കുറഞ്ഞ കട്ട് ഓഫിലാണെങ്കിൽ പോലും നിങ്ങൾ വാങ്ങിച്ചത് ഒരു 550 മാർക്കാണെങ്കിൽ പോലും നിങ്ങളുടെ റാങ്ക് നല്ലതായിരിക്കും. നിങ്ങൾക്ക് നല്ല കോളേജ് കിട്ടും, നിങ്ങൾക്ക് ഏറ്റവും നല്ല കോളേജിൽ തന്നെ പഠിക്കാൻ പറ്റും. ടെൻഷൻ അടിക്കാതിരിക്കുക, കരയാതിരിക്കുക. മക്കളെ, ഭക്ഷണം കഴിക്കാൻ നോക്ക്, നിങ്ങൾ പാരൻസിൻ്റെ കൂടെ ഇരിക്കാൻ നോക്ക്, നിങ്ങൾ പുറത്തേക്ക് പോകാൻ നോക്ക്. നിങ്ങൾ എടുത്ത എഫേർട്ട് എത്രത്തോളാണെന്ന് പാരൻസിനും അറിയാം, നിങ്ങൾ എടുത്ത എഫേർട്ട് എത്രത്തോളാണ് ഞങ്ങൾക്ക് ഓരോ ആളുകൾക്കും അറിയാം. മക്കളെ, ഈ സമയത്ത് നമ്മൾ വിഷമിച്ചിരിക്കാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ട്. ആ പ്രൊഫഷന് വേണ്ടിയിട്ട്, ആ MBBS എന്നുള്ള ആ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് നിങ്ങൾ ഇത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നമ്മൾ വീണ്ടും ഇറങ്ങി തിരിക്കണം അതിനായിട്ട്. അതല്ല, എനിക്കിത് വിട്ടിട്ട് മറ്റ് പല ജോബുകളും നമ്മുടെ മുന്നിലുണ്ട്, മറ്റ് പല ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ മുന്നിലുണ്ട്, മറ്റ് പല കോഴ്സുകളും നമ്മുടെ മുന്നിലുണ്ട്. അതിലേക്ക് പോവാൻ മനസ്സ് തയ്യാറാണെങ്കിൽ, ഞാനിത് പറയുന്നത് 500 താഴത്തേക്ക് പോകുന്ന ഇനിയിപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടുന്നുള്ള ആളുകൾക്ക് അങ്ങനെ, ഇനി അതിലേക്ക് താണുപോയ കുട്ടികൾ ചിലപ്പോഴുണ്ടാവാം. നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ 600, 650 മാർക്ക് വാങ്ങിച്ചിട്ടും ചിലപ്പോൾ 400 പോലും സ്കോർ ചെയ്യാൻ പറ്റാതെ പോയ കുട്ടികളുണ്ടാവാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ മറ്റൊരു കോഴ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കാം, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകണം. അതല്ല, നിങ്ങൾക്ക് ഇത് തന്നെ വേണ്ടു, ഇത് മാത്രം കിട്ടിയിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നുള്ള ചിന്തയിലാണ് എൻ്റെ മക്കൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ഓരോ ആളുകളുണ്ട്. വരാൻ പോകുന്ന സ്കോളർഷിപ്പ് എക്സാംസ് ഉണ്ട് JPSന്. ആ സ്കോളർഷിപ്പ് എക്സാംസ് മക്കളെ എഴുത്. നിങ്ങൾക്ക് ഫീസ് ഇല്ലാതെ, പാരൻസിന് ബുദ്ധിമുട്ടില്ലാതെ വേണമെങ്കിൽ ഇവിടെ പഠിക്കാം. ഇനി അതല്ല, നിങ്ങളോട് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മക്കളെ, നമ്മുടെ ഇപ്പോൾ ക്ലാസ്സുകൾ മെയ് 15-ാം തീയതി റിപ്പീറ്റേഴ്സിൻ്റെ ക്ലാസ് തുടങ്ങുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോടും പറയും ജോയിൻ ആവാൻ. ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നിങ്ങൾ വന്നോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, റിപ്പീറ്റേഴ്സും റിപ്പീറ്റേഴ്സും സൂപ്പർ റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ, കരയാനുള്ള കുട്ടികളല്ല. നിങ്ങളിപ്പോഴും നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൽ നിങ്ങളിപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. അത്രയും വലിയൊരു എക്സാം ആയിരുന്നു. ഈ എക്സാമിനെ ഫേസ് ചെയ്യാൻ ധൈര്യം ഉണ്ടെന്നാണെങ്കിൽ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്ത് പോകാൻ നമുക്ക് ഓരോ ആളുകൾക്കും പറ്റണം. അത്രയ്ക്കും കഷ്ടപ്പെട്ട കുട്ടികളാണ്. കരയരുത് ഒരാളും. നിങ്ങളെടുത്ത എഫേർട്ടിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിങ്ങൾ അത്രയും ചെയ്തില്ലേ, ഇതൊരാൾക്കും അത്ര ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മളെപ്പോലുള്ള ഈ ലോകത്ത് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. നിങ്ങളതുപോലെ ഒരു ദിവസം അവർക്ക് ജീവിക്കാൻ പറ്റിയാലേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റാത്ത ആളുകളാണ് പലരും ഉള്ളത്. അപ്പം ഇത്ര എഫേർട്ട് എടുത്ത നിങ്ങൾ കരയരുത് മക്കളെ. നമ്മുടെ ലൈഫിൽ പഠിച്ചോ നമുക്ക് വേണ്ടിയിട്ട് എന്തോ നല്ലത് മാറ്റി വെച്ചിട്ടുണ്ടാവും. കുറേ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും തന്നെ അത്ര പെട്ടെന്നൊന്നും തട്ടി മാറ്റാൻ പറ്റില്ല. പഠിച്ചോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണോ കണ്ടുവച്ചത് അത് നിങ്ങളിലേക്ക് കിട്ടും. നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഏറ്റവും നല്ലൊരു റിസൾട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓക്കെ മക്കളെ, താങ്ക് യു. കാണാം നമുക്ക്.